കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അന്ന് സൂര്യൻ അസ്തമിച്ചത് ചോരക്കടലിലേക്കായിരുന്നു. വെറും 16 വയസ്സുകാരനായ അഭിമന്യുവിനെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ വാർത്ത കേട്ട് പാണ്ഡവനിര തകർന്നുപോയി. പക്ഷേ തന്റെ മകന്റെ നിശ്ചലമായ ശരീരം കണ്ട അർജുനന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങിയത് വെറുമൊരു സങ്കടമായിരുന്നില്ല. അതൊരു അഗ്നിപർവ്വതമായിരുന്നു. ആ രാത്രിയിൽ കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് ലോകം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഭീകരമായ ശപഥത്തിനായിരുന്നു. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ തളച്ചിട്ട് ആയുധമില്ലാത്ത നേരത്ത് പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തിയത് ജയദ്രഥനാണെന്ന് അറിഞ്ഞ നിമിഷം അർജുനൻ ഗാണ്ഡീവം കൈയിലെടുത്തു. ഇടിമുഴക്കം പോലെ അർജുനൻ ആ ശപഥം പ്രഖ്യാപിച്ചു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപ് ഞാൻ ജയദ്രഥനെ വധിക്കും. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇതാ ഈ അഗ്നിയിൽ ചാടി ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കും. ഈ ശപഥം കേട്ട് പാണ്ഡവർ പോലും ഞെട്ടിപ്പോയി. കാരണം അതൊരു സാധാരണ പ്രതിജ്ഞയായിരുന്നില്ല. അർജുനൻ മരിച്ചാൽ യുദ്ധം അവിടെ തോൽക്കുമെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. പക്ഷേ അവിടെയാണ് കഥ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. ഈ വാർത്ത ചാരന്മാർ വഴി കൌരവപാളയത്തിലെത്തി. ജയദ്രഥൻ ഭയന്നു വിറച്ചു. അവനെ രക്ഷിക്കാൻ ദ്രോണാചാര്യർ ഒരുക്കിയത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷാവലയമായിരുന്നു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചു. അർജുനൻ ഒരു സംഹാരരുദ്രനെപ്പോലെ പടനയിച്ചു. 10,000-കണക്കിന് സൈനികരെ അദ്ദേഹം വകവരുത്തി. ലക്ഷ്യം ഒന്നേയുള്ളൂ, ജയദ്രഥൻ. പക്ഷേ സമയം അതിവേഗം കടന്നുപോവുകയാണ്. ജയദ്രഥനെ കൌരവർ ഒളിപ്പിച്ചുവച്ചിരിക്കുകയായിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നു തുടങ്ങി. അർജുനന് ലക്ഷ്യത്തിനടുത്ത് എത്താൻ കഴിയുന്നില്ല. പിന്നെ സംഭവിച്ചതെന്താണെന്നറിയാമോ? ആകാശം പെട്ടെന്നിരുണ്ടു. സൂര്യൻ അസ്തമിച്ചുവെന്നെല്ലാവരും കരുതി. അർജുന, അസ്തമയം കഴിഞ്ഞു. ഇനി നിന്റെ വാക്കു പാലിക്കൂ. അഗ്നിയിൽ ചാടൂ എന്നു പറഞ്ഞ് കൌരവർ പരിഹാസത്തോടെ ചിരിക്കാൻ തുടങ്ങി. ജയദ്രഥൻ സന്തോഷം കൊണ്ട് ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്കു വന്നു. അർജുനൻ തന്റെ വില്ല് താഴെവെച്ച് ചിതയിലേക്ക് നടക്കാനൊരുങ്ങി. അവിടെയാണ് കൃഷ്ണൻ തന്റെ ആ അവസാന കളി പുറത്തെടുത്തത്. ആകാശത്തെ ആ ഇരുട്ടുമാഞ്ഞു. സൂര്യൻ അസ്തമിച്ചിരുന്നില്ല. കൃഷ്ണൻ തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചുപിടിച്ച് ഒരു കപടസന്ധ്യ സൃഷ്ടിച്ചതായിരുന്നു. സൂര്യൻ ഇപ്പോഴും ആകാശത്തുണ്ടെന്ന് കണ്ട ജയദ്രഥൻ ഞെട്ടിപ്പോയി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അർജുന, ഗാണ്ഡീവം കൈയിലെടുക്കൂ. ജയദ്രഥന്റെ തല കൊയ്യുന്നതിനു മുൻപ് ഒരു കാര്യം ഓർക്കുക. അവന്റെ തല മണ്ണിൽ വീണാൽ നിന്റെ തലയും 100 ചിതറും. അതുകൊണ്ട് അവന്റെ തല ദൂരെയുള്ള അവന്റെ പിതാവിന്റെ മടിയിലേക്ക് തന്നെ വീഴ്ത്തുക. കൃഷ്ണന്റെ നിർദ്ദേശം കേട്ടതും അർജുനന്റെ അമ്പുലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ജയദ്രഥന്റെ തല അറുത്തെടുത്ത് ദൂരെയുള്ള അയാളുടെ അച്ഛന്റെ മടിയിലേക്ക് തന്നെ അർജുനൻ എത്തിച്ചു. ലോകം കണ്ട ഏറ്റവും ഭീകരമായ ആ പ്രതികാരം അവിടെ പൂർത്തിയായി. മകന്റെ മരണത്തിന് അർജുനൻ പകരം വീട്ടിയത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. ഇത് ആരും പ്രതീക്ഷിച്ചില്ല. ആ ഒരു രാത്രിയും പകലും അർജുനൻ അനുഭവിച്ച ആത്മസംഘർഷം എത്ര വലുതായിരിക്കും. തന്റെ മകനോടുള്ള ആ വലിയ സ്നേഹമാണ് കുരുക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഈ പോരാട്ടത്തിന് കാരണമായത്. ഇത് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ?